മുട്ടയോ മൈദയോ പഞ്ചസാരയോ ഒന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പഞ്ഞി പോലൊരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1/4 കപ്പ് ചെറു ചൂടായിട്ടുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. പാല് ചെറു ചൂടായിട്ടുള്ളത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതിലേക്ക് നമ്മൾ 1/4 കപ്പ് പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ശർക്കര ഈ ഒരു പാലിലിട്ടിട്ടാണ് ഇത് അലിയിച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് പാലൊരു ചെറു ചൂട് വേണമെന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. ഇതെല്ലാം കൂടി ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ ഒരു ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ചേർന്ന് വരണം. നിങ്ങൾ ഉപയോഗിക്കുന്ന ശർക്കരയിൽ അഥവാ അഴുക്കുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ശർക്കര പാനിയാക്കിയിട്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശർക്കര പാനിയാക്കുമ്പോൾ പാലിൻ്റെ അളവ് അതിനനുസരിച്ച് കുറക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. വെള്ളം നമ്മൾ ചേർക്കല്ലോ, അതിനനുസരിച്ച് പാലിൻ്റെ അളവ് കുറച്ചാൽ മതി. ഇപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് തന്നെ ഞാനിവിടെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതങ്ങനെ യോജിച്ചൊന്നും വരില്ല, ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ആദ്യം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചോക്ലേറ്റ് കേക്കാണ് ഇന്നിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കൊക്കോ പൗഡർ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഇതുപോലെ ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. എപ്പോഴും അരിച്ച് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന കൊക്കോ പൗഡറിലും ബേക്കിംഗ് സോഡയിലൊക്കെ കട്ടകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതുപോലെ അരിച്ച് ചേർത്ത് കൊടുക്കുക. അരിച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് യോജിച്ച് വരണം. ആ ഒരു രീതിക്ക് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് യോജിച്ച് വന്നതിന് ശേഷം നമുക്ക് കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പാല് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഒരല്പം കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ഏകദേശം 2 ടേബിൾ സ്പൂണോളം പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഗോതമ്പ് പൊടിയിലുള്ള വ്യത്യാസമൊക്കെ അനുസരിച്ച് പാലിൻ്റെ അളവ് ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ആവാം. 2 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നല്ലപോലെ തന്നെ യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കട്ടിങ് ആൻഡ് ഫോൾഡിങ് മെത്തേഡിലും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്തെങ്കിലുമൊക്കെ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഈ ഒരു രീതിക്കാണ് നമ്മളുടെ കൂട്ട് വേണ്ടത്. ഇനി ഇതെങ്ങനെയാണ് കുക്ക് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഉണ്ണിയപ്പ ചട്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഉണ്ണിയപ്പ ചട്ടിയിൽ ആദ്യം ഒന്ന് ചെറുതായിട്ട് നെയ്യ് തടവി കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നുമില്ല, ഒന്ന് ചെറുതായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതുപോലെ ബ്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഓരോ കുഴിയിലും ഒരു 1/4 ഭാഗത്തോളം മാത്രം കൂട്ടൊഴിച്ചു കൊടുത്താൽ മതി. ഇത് നന്നായിട്ട് പൊങ്ങിയൊക്കെ വരും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ആ ഒരു ടേബിൾ സ്പൂൺ കണക്കിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ കുഴിയിലും ഒരേ അളവിൽ തന്നെ കിട്ടിക്കോളും. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാനിവിടെ എല്ലാം തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് ഇപ്പോൾ ശരിക്കും മനസ്സിലാകുന്നുണ്ടാകും. ഒരല്പം കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇതുപോലെ എല്ലാത്തിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് സ്റ്റവിലേക്ക് വെക്കാം. അടിയിലൊരു തവ വെച്ചതിന് ശേഷം വേണം ഈ ഒരു പാത്രം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അടപ്പിൽ ഹോളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ടിഷ്യൂ പേപ്പറോ അല്ലാന്നുണ്ടെങ്കിൽ ഗ്രാമ്പോ ഉപയോഗിച്ച് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 10 മിനിറ്റ് നേരത്തേക്കാണ് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കേണ്ടത്. ഇത് തവ വെച്ച് തന്നെ വേവിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോൾ നല്ല പാകത്തിൽ തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ ടൂത്ത് പിക്കോ സ്ക്യൂറോ ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കുക. നീറ്റായിട്ട് വരുന്നില്ലെങ്കിൽ മാത്രം എക്സ്ട്രാ ടൈം വെച്ചാൽ മതി. 10 മിനിറ്റിൽ തന്നെ നമുക്കിത് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ഗോതമ്പ് പൊടിയും ശർക്കരയൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ മുട്ടയൊന്നും ചേർക്കാതെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല പഞ്ഞ് പോലെ സോഫ്റ്റ് ആയിട്ടാണ് നമ്മളുടെ കേക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കിതിപ്പോൾ പൊട്ടിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും അതിൻ്റെ സോഫ്റ്റ്നെസ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ ഇഷ്ടമാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. ഇതിൽ മൈദയൊന്നും ചേർത്തിട്ടുമില്ല. അതിന് പകരം ഗോതമ്പ് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.